ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ടി സ്പോർട്സ് ഗസ്. നമ്മൾ ഈ ചാനലിന്റെ പേര് ഗസ് എസ് ടി റിയാക്ഷനിൽ നിന്ന് എസ് ടി സ്പോർട്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഗസ്. ഓക്കെ, ഈ അപ്പം ഗസ് ഇന്നലെ വിളിച്ചാൽ നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ്. ISL ഗസ് സെപ്റ്റംബർ നടക്കേണ്ട ഒരു ലീഗ് ആയിരുന്നു ഗസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഗസ് ഡിസംബറിൽ ISL നടക്കുന്ന കാര്യത്തിലായി ഗസ് ഉറപ്പായിട്ടുണ്ട്. ആദ്യം സെപ്റ്റംബർ, പിന്നെ ഒക്ടോബർ, പിന്നെ ഇപ്പൊ ഡിസംബറിലേക്ക് കടന്നിട്ടുണ്ട്. ഡിസംബറിൽ എന്തായാലും ISL നടക്കുക തന്നെ കേസ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് കേസ് ഇവരെ എല്ലാം പ്ലാനിങ് വെച്ചാൽ ISL തുടങ്ങുന്ന മുമ്പ് സൂപ്പർ കപ്പ് നടത്താനൊരു പ്ലാൻ ഉണ്ട് കേസ്. അങ്ങനെ വരുമ്പോൾ കേസ് സൂപ്പർ കപ്പിന് റൂമർ ആയിട്ടുണ്ട് കേസ്. ഏത് ഡേറ്റ് ആണെന്നില്ല, റൂമർ ആയിട്ടുണ്ട്. സൂപ്പർ കപ്പ് കേസ് ഏതാണ്ട് ഈ വരുന്ന സെപ്റ്റംബർ അല്ല, സെപ്റ്റംബറിൽ സമയം പ്ലാൻ വെച്ചാൽ സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് നടന്നിട്ട് ഒക്ടോബറിലേക്ക് ISL കളിക്കാൻ കഴിഞ്ഞ ഒരു പ്ലാൻ. പക്ഷേ എന്തൊക്കെ പ്രോബ്ലം കൊണ്ട് അത് നടക്കുന്നില്ല. ഇപ്പൊ വരുന്ന പ്ലാൻ വെച്ചാൽ ഒക്ടോബർ 25 തൊട്ട് നവംബർ 22 വരെ സൂപ്പർ കപ്പ് നടത്താനുള്ള തീരുമാനമാണ്. അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, കാരണം ഇന്റർനാഷണൽ മാച്ച് വരുന്നുണ്ട് അതിനിടയ്ക്ക് ഇന്ത്യക്ക്. അതുകൊണ്ട് ഒരു മാച്ച് ഒരു ബ്രേക്ക് ഉണ്ടാവും കുറച്ച് ദിവസം. അതുകൊണ്ടാണ് ഗസ് ഇത്ര ലെങ്ത് ആവുന്നത്. ഒക്ടോബർ 25 തൊട്ട് നവംബർ 22 വരെയായിരിക്കും സൂപ്പർ കപ്പ് നടക്കുകയെന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ മാസം ISL ആരംഭിക്കും. പിന്നെ പല ക്ലബ്ബുകൾ ഉറപ്പായിട്ടുണ്ട് സൂപ്പർ കപ്പ് കളിക്കും. പല ക്ലബ്ബുകൾ സൂപ്പർ കപ്പ് കളിക്കാൻ തയ്യാറാവുകയാണ്. അത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിത് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജനുവരിയിലെ സൈനിങ്സ് ഒക്കെ നടക്കുന്നതാണ്. ഇപ്പൊ ഒന്നും നോക്കണ്ട, ജനുവരിയിലെ സൈനിങ്സ് നടത്തുന്നതൊക്കെയാണ് ഗസ്. മിക്കവാറും ഗസ് ജനുവരി വിൻഡോയിലേക്ക് കൂടുതൽ സൈനിങ്സ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അതൊക്കെയുള്ളൂ ഗസ് എന്റെ ഫുട്ബോൾ ന്യൂസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാറുണ്ട്. ബൈ ബൈ, സി യു, ടാറ്റാ.